മഴക്കാലം ഇങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാലവർഷം മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയോ എന്നുള്ള തരത്തിൽ സംശയമുയർന്ന ഒരു ദിവസം കൂടിയാണ്. അരമണിക്കൂർ പെയ്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടായത്. ആമയിഴഞ്ചാൻ തോട് കരകവിഞ്ഞ് മലിനജലം റോഡിലേക്ക് ഒഴുകി. എന്റെ പൊന്നു ദൈവമേ, ട്രിവാൻഡ്രംകാർക്ക് ഇതിൽ കൂടുതൽ ഇനി എന്തൊരവസ്ഥ വരാനാ? എന്തായാലും നമ്മുടെ മേയർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്ന് കേട്ട് നോക്കിക്കേ. എല്ലാ വാർഡുകളിലും, ഇവിടെ മാത്രമല്ലല്ലോ, 101 വാർഡുണ്ടല്ലോ, 101 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനം 1.5 മാസം മുമ്പേ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഇവിടുത്തെ തമ്പാനൂർ പഴവങ്ങാടിയിലൊക്കെ പ്രശ്നം ഇന്നോ ഇന്നലെ പെട്ടെന്നുണ്ടായ പ്രശ്നമല്ല. അത് പരിഹരിക്കണമെങ്കിൽ ഈ മെക്കാനിസം പോരാ. മേയർ കേറുന്നതിന് മുമ്പ് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. എന്തായാലും നമ്മുടെ രാജീവ്ജി നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അത് മേയർജി കേട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. ഇന്ന് രാജ്യത്തിൽ ഏറ്റവും നല്ല ഭരണം ഏത് സിറ്റി, ഏത് നഗരത്തിലാണ് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും പറയും ഇൻഡോർ ആണ്, സൂറത്താണ്, അങ്ങനെ ഓരോരോ സിറ്റീസ്. ഇതെല്ലാം BJP ഭരിക്കുന്ന നഗരങ്ങളാണ്. അപ്പോ ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂ പ്രിന്റ്, 5 കൊല്ലത്തിന്റെ ഒരു ഡെവലപ്മെന്റ് ബ്ലൂ പ്രിന്റ്. അത് ഞങ്ങളെ വാഗ്ദാനമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വെക്കും. ജനങ്ങളുടെ കാശ് കോർപ്പറേഷൻ എങ്ങനെ ഉപയോഗിച്ചു, ഏത് പ്രോജക്റ്റ് ചെയ്തു, അവർക്ക് ഗുണം ആ പ്രോജക്റ്റിൽ നിന്ന് കിട്ടിയോ കിട്ടിയില്ലയോ. എന്തോ മഴക്കുഴിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ഈ മഴ പെയ്തിട്ട് മൊത്തം കുഴിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നാരങ്ങാളോ? വെറും വാഗ്ദാനം, കിട്ടുകയല്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. ആഹാ, എങ്ങനെയുണ്ട്? ബാക്കി തള്ളലൂടെ കേൾക്കും മേയർജി. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല, മറിച്ച് വസ്തുത മനസ്സിലാക്കണം. അപ്പോൾ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇപ്പൊ മഴ വന്നപ്പോഴാണല്ലോ ഇത്രത്തോളം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നും കൂടി കൂടുതൽ വ്യക്തമാകുന്നത്. ആ ഘട്ടത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ഇടപെടലുകൾ ഞങ്ങൾ തേടുന്നുണ്ട്. എന്ത് വിവരക്കേടൊക്കെയാണ് ഇവന്മാർ പറയുന്നത്? എന്തായാലും നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ കഷ്ടപ്പാട് അത് നിങ്ങളൊന്ന് കണ്ടേ. ആമയിഴഞ്ചാൻ തോട് കരകവിഞ്ഞ് മലിനജലം റോഡിലേക്ക് ഒഴുകി. ദുർഗന്ധം മൂലം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രദേശത്തുള്ളത്. മുട്ടറ്റം വരെയുള്ള മലിനജലത്തിലൂടെയാണ് ജനങ്ങൾ നടന്നു നീങ്ങുന്നത്. എന്നാൽ ഇവരുടെയൊക്കെ വാഗ്ദാനങ്ങൾ കേട്ടപ്പോഴേ എനിക്ക് വേണ്ട ഈ സീനാവോ. പ്രശ്നത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഈ പ്രശ്നം നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാസം 6 കഴിഞ്ഞു. മഴ വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം. ആരെങ്കിലും ധൈര്യമായിട്ടൊരു അഭിപ്രായം പറയുക. നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ? നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം, റോഡും വേണം. അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും പിഷാരടി? എന്റെ പ്രസിഡന്റ്, കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ്. എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും? റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം. അപ്പൊ റോഡ് കുളമാവില്ലേ? അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളമാണല്ലോ. റോഡ് കുളത്തിലൂടെ ആയാലെന്താ? അതെ, എപ്പോഴും വെള്ളം ഉണ്ടാവില്ലല്ലോ.